my YouTube channel. ഞാൻ ഇന്ന് ചെന്നൈയിലോട്ട് വന്ന് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണത്തിന്. സോ ഇറ്റ്സ് ജസ്റ്റ് എ 1 day trip. പിന്നെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് സിൻസ് ഐ കേം അലോൺ ഞാൻ വിചാരിച്ച ഒരു കുട്ടി വ്ളോഗ് എടുക്കാം. ഐ ഡോണ്ട് ഈവൻ നോ ഇഫ് ദർ വിൽ ബി ഇനഫ് കണ്ടന്റ്. അപ്പോൾ ഇനഫ് കണ്ടന്റ് ഉണ്ടെങ്കിൽ ദിസ് വിൽ ഗോ ഓൺ യൂട്യൂബ്. അപ്പോൾ ഐ ജസ്റ്റ് ഗോട്ട് to my room. So this is my room. ഞാനൊരു 5-second room tour idam because there's nothing much to see, and it's actually a decent room. It's pretty good. Like it's called Park Alanza in Chennai, so it's pretty good, like very clean, hygienic okayana. So that's that, and now this place is a mess. Appam ഞാൻ നാളെ check out ചെയ്യുന്ന സമയത്ത് I'll show you a quick room tour. So yeah, so I have the reception today in the 7 o'clock, and I have the wedding tomorrow. അപ്പോൾ നാളെ വൈകുന്നേരമല്ല ഒരു 5 മണിയൊക്കെ ആകുമ്പോഴാണ് എൻ്റെ ഫ്ലൈറ്റ് തിരിച്ചു. So yeah, so it's not very long, and apart from these two events, nothing much to do. I just have to fix my hair and face a little and go to the salon and also get something to eat. Lunch കഴിക്കണം, salonil പോകണം, come back, get ready for the reception. So I'm wearing a sari. അപ്പോൾ അതിൻ്റെ കഷ്ടപ്പാടായിരിക്കും, അത് ഡ്രേപ്പ് ചെയ്യാനുള്ള കഷ്ടപ്പാടായിരിക്കും മെജോറിറ്റി ഓഫ് ദ ടൈം ടുഡേ. ഐ ബി ലീവിങ് നൗ, ഓട്ടോ ബുക്ക് ചെയ്യണം. ആൻഡ് സർപ്രൈസിംഗ്ലി ഞാൻ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഭയങ്കര ചൂടായിരിക്കുമെന്ന്, ബിക്കോസ് ദാറ്റ്സ് വൺ തിങ് ഐ ഹവ് ഓൾവേസ് ഹേർഡ്. ആൻഡ് ഇടയ്ക്കിടയ്ക്ക് ചെന്നൈ വരുമ്പം ആ ഒരു ക്ലൈമറ്റ് ആണ്, പക്ഷെ ഭയങ്കര വിൻഡി ആയിരുന്നു. ലൈക്ക് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് ഭയങ്കര കാറ്റ്. ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് my 2 hours of hard work yesterday washing my hair, I mean curly hair people would know this and relate, പക്ഷെ ഒരു 1.5 മണിക്കൂർ എടുക്കും നമ്മളാണെങ്കിൽ മുടിയൊക്കെ ചുരുട്ടി അവസാനം ഇറങ്ങി വരണമെങ്കിൽ ഷാമ്പൂ കണ്ടീഷണറൊക്കെ ഇട്ട് ഇറങ്ങി വരുമ്പോഴത്തേക്കും ഒരു 1.5 മണിക്കൂർ എടുക്കും. അപ്പം അതൊക്കെ ഇന്നലെ വലിയ കാര്യത്തിൽ ചെയ്ത് ഇന്ന് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് ഭയങ്കര കാറ്റ് കാരണം it became frizzy now. So now I'm just a little paranoid on what to do with my hair. അവിടെ എവിടെയൊക്കെ കുറച്ച് ചുരുട്ടി കൊടുക്കാം, അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാനാണ്. സോ യാ, സോ ലെറ്റ്സ് ലീവ്. ഇറ്റ്സ് ഐ ഹാവ് ടു ബി ബാക്ക് ഹോം ബൈ 6 അറ്റ്ലീസ്റ്റ്. 7 റിസപ്ഷൻ തുടങ്ങുന്നത്. അപ്പം നമുക്ക് അതേ മേക്കപ്പ് ഒന്നും ഇടുന്നില്ല, ഇന്ന് രാത്രി ഹെവി മേക്കപ്പ് ആയതുകൊണ്ട്. സോ യാ, and all the places are nearby. So I'm going to Hard Rock Cafe and I'm going to a saloon nearby. എല്ലാം 10 മിനിറ്റ് വെച്ചാ. and salon it depends on how much time, but mainly I want to do gel nail polish. അപ്പം അതാണ് മെയിൻ ഇന്റൻഷൻ. പിന്നെ സമയം ഉണ്ടെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. സോ യപ്പ്, അതാണ് ഇന്നത്തെ പരിപാടി. അപ്പം ശരി, ലെറ്റ്സ് ഗോ. ഓട്ടോ ബുക്ക് ചെയ്തിട്ട് ലെറ്റ്സ് ഗോ. ആൻഡ് യപ്പ്, ദാറ്റ്സ് ദാറ്റ്. അങ്ങനെ സലൂൺ എത്തി. ആൻഡ് ഡിസൈഡിങ് എ കളർ ഇസ് ഓൾവേസ് എ ടാസ്ക്. ഞാൻ വീട്ടിൽ നിന്ന് ഒരു കളർ ഡിസൈഡ് ചെയ്തുകൊണ്ടായിരിക്കും വരുന്നത്, പക്ഷേ ഇവിടുത്തെ ഓപ്ഷൻസ് കാണുമ്പോൾ ഒരു ബന്ധമില്ലാത്ത വേറെ ഏതെങ്കിലും കളർ പിക്ക് ചെയ്യും. പിന്നെ ഇന്ന് അങ്ങനെ എക്സ്പെരിമെൻറ്റ് ചെയ്യാനൊന്നും സമയമില്ലാത്തതുകൊണ്ട് ഡിസൈഡഡ് ടു ഗോ വിത്ത് എ സേഫ് കളർ ആൻഡ് കോൾ ഇറ്റ് എ ഡേ. രാവിലെ തൊട്ട് ഹെവി ആയിട്ടൊന്നും കഴിക്കാത്തതുകൊണ്ട് നല്ല വിശപ്പോടെ ഇവിടെ ഹാർഡ് റോക്ക് കഫേ വന്നു. പിന്നെ വിശന്ന് കണ്ണ് കാണാത്തതുകൊണ്ടായിരിക്കും ഡോറ് കണ്ടുപിടിക്കാൻ ചെറുതായിട്ടൊന്ന് ബുദ്ധിമുട്ടി. ഇവിടെ ഹൈലി റെക്കമെൻഡഡ് ബഫലോ വിങ്സ് വെച്ച് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ഇതിൻ്റെ കൂടെ നമുക്കാണെങ്കിൽ ഒരു ഡിപ്പും ചൂസ് ചെയ്യാം. അപ്പോൾ അവർ റെക്കമെൻഡ് ചെയ്തത് ഒരു സ്വീറ്റ് ആൻഡ് ടാങ്കി ഡിപ്പാണ്. ആൻഡ് ഇറ്റ് വാസ് റിയലി ടേസ്റ്റി. പിന്നെ വിശന്നിരുന്നതുകൊണ്ടാണോ എന്ന് അറിയില്ല, ബട്ട് പറ്റുവാണെങ്കിൽ ട്രൈ ചെയ്യണം. പിന്നെ ഞാനിവിടെ ബർഗർ ഓർഡർ ചെയ്തു. ഇത്രയും ഹെവി ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല, ബട്ട് ഭയങ്കര ജ്യൂസി ആയിരുന്നു. ആൻഡ് ഇറ്റ് വാസ് വെരി ഫില്ലിങ് ഓൾസോ. അതിലൂടെ ഫ്രൈസ് കിട്ടും, ഡിപ്സ് കിട്ടും. ആൻഡ് എൻ്റെ കഷ്ടപ്പാട് കണ്ട് ചേച്ചിയാണെങ്കിൽ എനിക്കൊരു ഗ്ലാസ് വെള്ളമൊക്കെ കൊണ്ടു തന്നു. അങ്ങനെയെങ്കിലും ഒന്ന് കഴിച്ച് തീർക്കാമെന്നുള്ള രീതിയിൽ ഞാൻ പിന്നെയും ഒരു കൈ ശ്രമിച്ചു, പക്ഷേ എങ്ങും എത്തിയില്ല. പിന്നെ പേരിന് വേണ്ടി കുറച്ചും കൂടെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പാക്ക് ചെയ്യാന്നുള്ള തീരുമാനത്തിലെത്തി. അവസാനം വെള്ളം കുടിച്ച് കയ്യും കരുകി നമ്മൾ ഇറങ്ങി അവിടുന്ന്. 6:15 ആയെന്ന് തോന്നുന്നു, നോട്ട് ഷുവർ. ഇനിയും എല്ലാം പെട്ടെന്നായിരിക്കും, പെട്ടെന്നാവണം, ഇല്ലെങ്കിൽ നമ്മൾ റിസപ്ഷൻ മിസ് ചെയ്യും. അപ്പം ഞാൻ താഴെയുള്ള ഒരു ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട് ബ്ലൗസ് ഇടാൻ വരണമെന്നൊന്ന് സഹായിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോ ചേച്ചി 10 മിനിറ്റ് വരാമെന്ന് പറഞ്ഞു.
അപ്പം അതിൻ്റെ മുമ്പ് ഫേസ് വാഷ് ഇട്ട് എല്ലാം സെറ്റായിരിക്കണം. അങ്ങനെ സലൂണിൽ എത്തിയപ്പോൾ തന്നെ കുറച്ച് സമയം എടുത്തു, ട്രാഫിക് ഒക്കെ കാരണം. പിന്നെ ചെറുതായിട്ടൊന്ന് മഴ പെയ്തു, അപ്പൊ കുറച്ച് ട്രാഫിക് ഉണ്ടായിരുന്നു. അപ്പം ബേസിക് സ്റ്റഫ് മാത്രമേ ചെയ്തുള്ളായിരുന്നു. ബേസിക് ജെൽ നെയിൽ പോളിഷ് മാത്രമേ ചെയ്തിട്ടുള്ളായിരുന്നു. ഞാനങ്ങനെ അധികം സാരി ഉടുക്കാറില്ല. അപ്പം ഇടയ്ക്കിടയ്ക്ക് സാരി ഉടുക്കുമ്പോ എല്ലാ പ്രാവശ്യവും ടെൻഷനാണ്, എങ്ങാനും ഊരിപ്പോത്തില്ലെന്ന് അറിയാം, എന്നാലും എങ്ങാനും ഊരിപ്പോവോ, അതൊക്കെയാണ് മെയിൻ പേടി. അങ്ങനെ ഫേസ് ഒക്കെ ക്ലീൻ ചെയ്തു. പിന്നെ റൂം സർവീസിൽ വിളിച്ച് ചേച്ചിയോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതാണ് മമ്മിയുടെ സാരി, ഞാൻ ഇസ്കി എടുത്തു. റൂം അത്യാവശ്യം കൺജസ്റ്റഡ് ആയതുകൊണ്ട് എനിക്കാണെങ്കിൽ ഒരു ഫുൾ വ്യൂ കാണിക്കാൻ പറ്റിയില്ല. പിന്നെ ട്രൈപോഡ് വെക്കാനും നല്ലൊരു ആംഗിൾ ഇല്ലായിരുന്നു വെക്കാൻ. പിന്നെ സമയം അത്യാവശ്യം ലേറ്റ് ആയതുകൊണ്ട് ഞാൻ എങ്ങനെയോ പെട്ടെന്ന് സാരിയും ഹീൽസും ഒക്കെ എടുത്തിട്ട് കൊടുത്ത് ഇറങ്ങി അങ്ങോട്ട്. താര വീരില്ലെന്നുള്ളൊരു പ്രാർത്ഥനയിൽ അങ്ങോട്ട് ഇറങ്ങി. പിന്നെ അധികം വീഡിയോസ് ഒന്നും അങ്ങനെ എടുക്കാൻ പറ്റിയില്ല, ബിക്കോസ് മൊത്തം സമയം ഞാൻ ഈ സംഭവം ഈ സാരി പിടിച്ചോണ്ടിങ്ങനെ നടക്കുമായിരുന്നു. Good morning. It was pretty late, and then it wasn't pretty late, it was late. I get tired and I crashed. So now it's like 7:15. I'm already late. I'll have breakfast and then start getting ready. Breakfast and 8 o'clock at least I have to be back in the room and start getting dressed. So yeah, let's go. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് വന്നപ്പം ആക്ച്വലി സർപ്രൈസ്ഡ് ആയിരുന്നു. കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, ഫ്രം വെജസ്, സോസേജസ്. ഇത്രയും എക്സ്പെക്ട് ചെയ്തില്ല. പിന്നെ സീരിയൽസ്, ഫ്രൂട്ട്സ് കുറേ ഉണ്ടായിരുന്നു. അങ്ങനെ ആസ്വദിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുക നേരമാണ് ഈ ഡ്രസ്സിട്ട ആൻറ്റിമാരെയൊക്കെ കണ്ട് എല്ലാവരും കല്യാണത്തിന് പോകാൻ വേണ്ടി റെഡിയായി വന്നതാ. അപ്പോൾ അവരെ കണ്ടപ്പോൾ ചെറിയൊരു ടെൻഷനായി, ചെറിയൊരു പേടി വന്നു. പിന്നെ പെട്ടെന്ന് കഴിച്ച് ഇറങ്ങാനുള്ള പ്ലാനായിരുന്നു. അന്നേരമാണ് ഡെസേർട്സിനെ പറ്റി ഓർത്തത്. അപ്പോൾ നമ്മൾ ഡെസേർട്സ് ട്രൈ ചെയ്യണമല്ലോ. എല്ലാം ട്രൈ ചെയ്തു, എല്ലാം ടേസ്റ്റ് ചെയ്തു. അപ്പോഴത്തേക്കും ഒരു സമയമായി കഴിഞ്ഞ് വയറ് നിറഞ്ഞ് ഇറങ്ങി വന്നപ്പോഴത്തേക്കും അത്യാവശ്യം ലേറ്റായി, പക്ഷെ കുഴപ്പമില്ലായിരുന്നു. ഹലോ, അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. കുറച്ച് എനർജി കിട്ടിയിട്ടുണ്ട്. എനർജി ഫോർ ദ നെക്സ്റ്റ് കപ്പിൾ ഓഫ് അവേഴ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പം സമയം 8:20 ആയി. 9 o'clock 9:20 സംതിങ് ആണോ താലി കെട്ടെന്ന് പറഞ്ഞ് ഓർക്കുന്നില്ല. സോ നീ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് താരെന്നൊരു ചേച്ചീനെ വിളിക്കണം ബ്ലൗസ് ഇട്ട് തരാൻ. അപ്പം അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് കാണാം. നമ്മൾ തന്നെയൊക്കെ പോകുമ്പം എന്ത് ബുദ്ധിമുട്ടാണ് സാരി ഇടാൻ. ഇത്രയും ബുദ്ധിമുട്ടാണെന്ന് ഞാനും വിചാരിച്ചില്ല. ബട്ട് ഇറ്റ്സ് ഡിഫിക്കൾട്ട്. ലൈഫ് ഇസ് ഡിഫിക്കൾട്ട്. സോ യെസ്, ഓക്കെ. ഈ ബാക്കി മേക്കപ്പ് നമ്മളാണെങ്കിൽ ബ്ലൗസ് ഇട്ട് കഴിഞ്ഞിട്ട് ചെയ്യാം. അതുകൊണ്ട് സാരി ഉടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ വരാം, കാണിച്ചു തരാം. ഓക്കെ. സാരി എങ്ങനെയോ ഉടുത്തു, കഷ്ടപ്പെട്ടാണ് ഉടുത്തത്. സോ ഈ മെറ്റീരിയൽ കുറച്ചിടാം പേപ്പർ പോലെയാണ്. അപ്പം ഇറ്റ്സ് എ ലിറ്റിൽ ഡിഫിക്കൾട്ട്. ഒരു ബൊമ്മ പോലെ ഇരിപ്പുണ്ട്. അപ്പം എങ്ങനെയൊക്കെയോ ഒതുക്കി കുത്തി സെറ്റിപ്പിൽ കുത്തി വെച്ചേക്കുക. കണ്ടറിയാം എങ്ങനെയാവുന്നു. ഓക്കെ, സോ വി ആർ ഓൾമോസ്റ്റ്, നോട്ട് ഓൾമോസ്റ്റ്, വി ഡൺ. ഇനി ഇതൊന്നും കാര്യം വീരാതിരിക്കാൻ പ്രാർത്ഥിക്കാം. ആ ഒരു പ്രാർത്ഥനയിൽ നമുക്കങ്ങോട്ട് ഇറങ്ങാം. ഓക്കെ, ഇനി ക്യാബ് ബുക്ക് ചെയ്യണം.
അങ്ങനെ നല്ലപോലെ ലേറ്റായി കല്യാണത്തിന് നമ്മൾ എത്തി. ആൻഡ് ദി എൻട്രൻസ് ഇസ് സോ പ്രിറ്റി. ഇതിൻ്റെ വീഡിയോ മാത്രമേ എടുക്കാൻ പറ്റിയുള്ളൂ. ഒരു പൊതിയൊക്കെ കെട്ടി അവസാന റൂമിലെത്തി. അങ്ങനെ കലാപരിപാടികളെല്ലാം കഴിഞ്ഞു. ഇനിയും റൂം വെക്കേറ്റ് ചെയ്യാനുള്ള പണി തുടങ്ങണം. എല്ലാം എടുത്ത് തിരിച്ച് പെട്ടിയിലിടണം. ടാസ്ക്കാണ്. അയ്യോ. ഓക്കെ. അപ്പം പിന്നെ എൻ്റെ ഫ്ലൈറ്റ് ആണെങ്കിൽ 6:55. ഫ്ലൈറ്റ് 6:55. അപ്പം ഇനി അവിടെ പോയി ലോഞ്ച് ചെയ്യിക്കാമെന്ന് വിചാരിച്ചു. സോ യെസ്. ലെറ്റ്സ് ഓപ്പൺ ദിസ്. സം റിട്ടേൺ ഗിഫ്റ്റ് സിറ്റുവേഷൻ ആണ്. കണ്ടറിയാം എന്താണ്. എനിക്ക് എപ്പോൾ ഗിഫ്റ്റ് കിട്ടിയാലും വലിച്ചു കീറി പൊട്ടിക്കാനാണ് എനിക്കിഷ്ടം. മമ്മി ഹാപ്പിയാവും, അമ്മയ്ക്കാണെങ്കിൽ ഒരു സമ്മാനം. നൈസ്. ഇനി നമുക്ക് പാക്കിങ്ങിലേക്ക് തുടങ്ങാം. ആൻഡ് ദെൻ സമയമുണ്ടെങ്കിൽ ഐ ഗോ ടു ദിസ് പ്ലേസ്. ആമഡോറ എന്നാണ് പേര്. അപ്പം ഐ ഹവ് സീൻ ഇറ്റ് ഇൻ ബാംഗ്ലൂർ. ഐ ഹാഡ് ഇറ്റ് ഇൻ ബാംഗ്ലൂർ എ ലോട്ട്. അപ്പം സമയം ഉണ്ടെങ്കിൽ അവിടെയും കൂടി ഒരു പിറ്റ് സ്റ്റോപ്പ് നടത്തിയിട്ട് നമ്മൾ എയർപോർട്ടിലോട്ട് പോവും. അപ്പം യെസ്, ഇനിയും സാരിയൊക്കെ ഊരി പതുക്കെ പാക്കിങ് തുടങ്ങട്ടെ. ഓക്കെ, കുറച്ച് കഴിഞ്ഞിട്ട് കാണാം നിങ്ങളെ. ഞാൻ ഒന്ന് മേക്കപ്പൊക്കെ ഊരി മനുഷ്യരൂപത്തിൽ വരട്ടെ. ഹലോ. അങ്ങനെ ചെക്കൗട്ട് ചെയ്യാൻ സമയമായി. ഞാൻ പെട്ടെന്ന് കുട്ടി റൂം ടൂർ കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ലേ, അപ്പം അത് ചെയ്യാം. ഇപ്പം ഓൾമോസ്റ്റ് എല്ലാം ക്ലീനായി, മോർ ഓർ ലെസ്. അപ്പം സോ ഇതാണ് എൻട്രൻസ്. And then this is the washroom. Cool. ഇതൊക്കെ വാർഡ്രോബ് ആണ്. പിന്നെ ഇവിടെ ഒരു കുട്ടി സിറ്റിംഗ് ഏരിയ ഉണ്ട്, which I didn't use much. And ഇവിടെ that's the view guys. അതുകൊണ്ട് കേർട്ടനും അധികം തുറന്നില്ല. And then we have our bed. Yeah, that's pretty much it. ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ലഗേജ് വെക്കാനുള്ള സ്പേസ്. സോ ഇനി നമ്മൾ ചെക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ട്, ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഒരു കേക്ക് കിട്ടുന്ന സ്ഥലം, കേക്ക്, ഐസ്ക്രീംസ്, all of that, gelatos and all of that. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകും. ദാറ്റ് ആമഡോറ. അവിടുന്ന് there's this favorite brownie, but it's called underbaked cake. പക്ഷേ it's like a very gooey brownie cake texture ആണ്. അപ്പം I've been craving for that, so I'll go have that. അത് കഴിഞ്ഞിട്ട് നമ്മൾ എയർപോർട്ടിലോട്ട് പോകും. ഓക്കെ, so yeah, let's go. ക്യാബൊക്കെ ബുക്ക് ചെയ്ത് റൂമിൽ നിന്ന് ഇറങ്ങാൻ സമയമായി. ആൻഡ് ഐ റിയലൈസ്ഡ് ഐ ഹാഡ് എ ലോട്ട് ഓഫ് ഇമോഷൻസ് ലീവിങ് ചെന്നൈ ദിസ് ടൈം. ആൻഡ് എ ബിഗ് പാർട്ട് ഓഫ് ഇറ്റ് ഇസ് ഒബ്വിയസ്ലി ദ വെഡിങ്. നമ്മുടെ ഫ്രണ്ട്സും ബെസ്റ്റ് ഫ്രണ്ട്സും ഒക്കെ കല്യാണം കഴിക്കുമ്പോഴാണ് നമ്മളാണെങ്കിൽ അറിയുന്നത്, അയ്യോ കല്യാണം കഴിക്കാൻ സമയമായി. ലൈക്ക് ഇറ്റ് ഹിറ്റ്സ് ഹോം. സോ ഇറ്റ്സ് എ ലോട്ട് ഓഫ് ഇമോഷൻസ്, വെരി ഓവർവെൽമിങ്, ബട്ട് ഇറ്റ് ഓൾസോ ഫീൽസ് റിയലി ഗുഡ്. ആൻഡ് ദിസ് ഈസ് ആമഡോറയിലുള്ള അണ്ടർ ബേക്ഡ് ബ്രൗണി. അധികം എസ്തെറ്റിക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, ബട്ട് ലുക്ക് അറ്റ് ഹൗ ഗൂയി ദിസ് തിങ് ഇസ്. അവർ ചെറുതായിട്ടത് ചൂടാക്കും, ഒന്ന് വാം ആക്കും, ബട്ട് ഇറ്റ് ലിറ്ററലി മെൽറ്റ്സ് ഇൻ യുവർ മൗത്ത് ആൻഡ് ഇറ്റ് മെൽറ്റ്സ് ഓൺ ദ പേപ്പർ. ആൻഡ് പകുതി കഴിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഷുഗർ റഷ് വരും ആൻഡ് വി വുഡ് ബി ഡൺ. അപ്പോൾ അത്രയേ ഉള്ളൂ. ചെന്നൈയോട് വിട പറയാൻ സമയമായിരിക്കുന്നു. ഇറ്റ് വാസ് എ വാം ആൻഡ് ഗുഡ് ട്രിപ്പ്. അപ്പോൾ ശരി, നെക്സ്റ്റ് ടൈം പാക്കലാം. Until then, I'll see you all. Video ഇഷ്ടപ്പെട്ടെങ്കിൽ like and subscribe, and I'll come back with more videos. അപ്പോൾ ശരി, ടാറ്റാ, ബൈ ബൈ.